ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കൃത്യമായൊരു പരിസമാപ്തി ഉണ്ടാവട്ടെ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം ആരൊക്കെ മരിക്കണം, ആരൊക്കെ ജീവിക്കണമെന്ന്. കാശുണ്ട്, സ്വാധീനവും ഉണ്ട്. അതിന്റെ ധിക്കാരവാ ആ പർദ്ദയിട്ടവൾ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്. പക്ഷേ ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല ദേവ. ദേവേട്ട, ഈ നനഞ്ഞ തുണിയൊക്കെ ഒന്ന് മാറ്. വേണ്ട ശോധ, നമ്മുടെ മോളുടെ ചിതാഭസ്മം ഒഴുകിയ വെള്ളോ അത് മുഴുവൻ ഒഴുകി തീരുന്നവരെ നമുക്ക് കണ്ടിരിക്കാം. ഇനിയൊരു കാഴ്ചയില്ലല്ലോ. ഹലോ സാറേ, ഞാൻ പ്രിയങ്കയുടെ മുത്തശ്ശിയാ. എന്താണ് സാറേ, അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പണവും സ്വാധീനവും ഉള്ളവർ ഇറങ്ങിയിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്തല്ലേ സാറേ, അവരെ ശിക്ഷിക്കണം. അതെല്ലാം വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഇപ്പൊ കോടതിയിലേക്ക് പോണം. കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും. ഓക്കെ? ദേവാ, എണീറ്റ് മുണ്ടുമാറ്. എന്നിട്ട് നമുക്ക് കോടതിയിലേക്ക് പോകാം. വേണ്ടമ്മേ. എടി, അവള് കോടതിയിൽ വന്ന് നിൽക്കുന്നത് കാണണ്ടേ? എങ്ങനെയാ പ്രിയങ്കയെ കൊന്നതെന്ന് പറയുന്നത് കേക്കണ്ടേ? അവളെ അവനെയും ജയിലിലേക്ക് അയക്കുമ്പോ അതിന് സാക്ഷിയാവണ്ടേ? വേണ്ടമ്മേ. പക്ഷേ എനിക്ക് കാണണം. കണ്ണു നിറഞ്ഞ കാഴ്ച എനിക്ക് കാണണം. ഞാൻ പോവാ. ആരെ ശിക്ഷിച്ചാലും അവൾക്കിനി ഒരു തിരിച്ചു വരവില്ലല്ലോ. കണ്ണു നിറച്ച് കാഴ്ചകളുണ്ടായിരുന്നു, മനസ്സ് നിറയെ സ്വപ്നങ്ങളും. എല്ലാം കൂടി തൂത്തുവാരി അങ്ങ് കൊണ്ടുപോയി. ഇനി ഓർമ്മകൾക്ക് കാവലായി 2 പഴു ജന്മങ്ങളല്ലേ അല്ലേ ശോധ?